കേട്ടോ. അയ്യോ തുമ്മല് മാറും ഏട്ടാ. വസുന്ധര, എനിക്ക് കുറച്ച് ഫ്രഷ് എയർ വേണം പ്ലീസ്. അയ്യോ ഒരു മിനിറ്റ് കൂടി ആവി പിടിക്ക്. നന്നായിട്ട് ശ്വാസം അകത്തേക്ക് വലിക്ക്. അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല പ്ലീസ്. അയ്യോ കുറച്ചു നേരം കൂടി ഏട്ടാ. എന്തിനാ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റതേട്ടാ? ഇത് എന്ത് കഷ്ടപ്പാടാണെന്ന് എനിക്കറിയോ. ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനാ ഏട്ടാ ഇങ്ങനെ കഷ്ടപ്പാടെന്നൊക്കെ പറയുന്നേ? അങ്ങനെയാണോ? താനിങ്ങ് വാ, വന്നിരിക്കെ, അപ്പൊ മനസ്സിലാവും. വാ. ഇപ്പൊ മനസ്സിലായോ എത്ര കഷ്ടപ്പാടാണെന്ന്? കഷ്ടമാണെങ്കിലും ഏട്ടന് തുമ്മല് മാറിയോ ഇല്ലേന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അല്ല ഇത് കൊള്ളാലോ. ശരിയാണ്, എന്റെ ജലദോഷം മാറി. പോയി മുഖം കഴുകിട്ട് താഴേക്ക് ഇറങ്ങി വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അല്ല അതെ, എന്താ ഏട്ടാ? താങ്ക് യു. എന്തിനാ ഏട്ടാ? തന്റെ വീട്ടുവൈദ്യം കൊണ്ട് എന്റെ ജലദോഷം കുറച്ചു തന്നേന്. അങ്ങനെയാണെങ്കിൽ ഫീസ് തരേണ്ടി വരും. ഫീസോ? എന്താ വേണ്ടേ? ഏട്ടന്റെ പുഞ്ചിരി. പുഞ്ചിരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാൽ എങ്ങനെയാ? Thanks for paying. കാവ്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ഇതാരാ വീട്ടിന്റെ മുന്നിൽ നിന്ന് കള്ളന്മാരെ പോലെ നോക്കുന്നേ?
നീ? ആരാ നീ? കള്ളനാണോ? അയ്യോ മുത്തശ്ശി, ഞാൻ കള്ളനൊന്നുമല്ല. ഓ, ഡാ, നീ കള്ളനായാലും പ്രശ്നമല്ലടാ. പക്ഷെ എന്നെ എന്നെ മുത്തശ്ശി എന്ന് വിളിച്ചില്ലടാ. അതെനിക്ക് വിഷമായി. അപ്പൊ നിങ്ങൾ മുത്തശ്ശിയല്ലേ മുത്തശ്ശി? വീണ്ടും എന്തിനാടാ മുത്തശ്ശി എന്ന് വിളിക്കുന്നേ? തൂക്കിയെടുത്ത് നിന്നെ ചുവരിലെറിഞ്ഞ തല ചെതറിപ്പോവും. ഓ ഗോഡ്, രാഹുൽ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഫസ്റ്റ് ചെറിയമ്മ ഇപ്പൊ ഇവിടെ വന്ന എന്റെ കഥ കഴിയും. മുത്തശ്ശി എന്ന് വിളിക്കുന്നോടാ? എന്നെ മുത്തശ്ശി എന്ന് വിളിക്കുന്നോടോ? ഇതാരാ ഏട്ടത്തി? ആരോ അറിയില്ല എടുത്തി. വീട്ടിന്റെ മുന്നേ വന്ന് കള്ളന്മാരെപ്പോലെ നോക്കിക്കൊണ്ടിരിക്കുക. നീ ആരാ? സാർ, ഞാൻ രാഹുലാണോ? രാഹുലോ? ഈ കള്ളച്ചെറുക്കനെ നിനക്ക് നേരത്തെ അറിയായിരുന്നോ? എന്താ മോനെ, നീ എന്താ ഇവിടെ വന്ന് എത്തി നോക്കിയേ? നിനക്ക് എന്താ വേണ്ടത്? നിന്നോട് ഇങ്ങോട്ട് വരാനായി ആരെങ്കിലും വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു മാഡം. ആരാ നിന്നെ വിളിച്ചേ? ആര് വിളിച്ചാൽ എന്താ ഇപ്പോ? ഇവൻ ഇവിടെ ഒരു ജോലിയും ഇല്ല. തിരിച്ചു പോവാൻ പറയട്ടാ. ജോലിക്ക് വേണ്ടി വിളിപ്പിച്ചേ. ജോലിയൊന്നും ഇല്ലാന്ന് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കയല്ലേ. പൊയ്ക്കോ. ഇവൻ ആരാ? എന്ത് ജോലിക്ക് വേണ്ടി വന്നതാ? ഒന്നും അറിയാതെ ഇവനോട് പോകാൻ പറഞ്ഞ എങ്ങനെയാ? ഒരു മിനിറ്റ് ഇളയമേ, താൻ എന്ത് ജോലിക്കാ വന്നേ? ആദ്യം താൻ ആരാന്ന് പറ. എന്റെ പേര് രവിവർമ്മ സാർ. ഞാൻ ആർട്ടിസ്റ്റാ. വീട്ടിലാർക്കോ പെയിന്റിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. പെയിന്റിംഗ് സാർ ആയിരുന്നോ? പിന്നെന്തിനാ കള്ളന്മാരെ പോലെ നോക്കിക്കൊണ്ടിരുന്നേ? ഫോണിൽ അഡ്രസ് കറക്റ്റ് ആയിട്ട് കേട്ടില്ല. അപ്പൊ ഈ വീടാണോന്ന്. ഇത് തന്നെ മോനെ, നീ പെയിന്റിംഗ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കുട്ടിക്ക്. പേര് കാവ്യ. ഹലോ കാവ്യ. ഹലോ സർ. ശരി ശരി, അകത്തേക്ക് വരും. ഭാവനെ, പെയിന്റിംഗ് മാസ്റ്റർ വന്നിട്ടുണ്ട്, കോഫി കൊണ്ടുവാ. നീ ഇരിക്കും മോനെ. സാരല്ലേ മാഡം. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും ആർട്ടിസ്റ്റ് ആണോ? ആർട്ടിസ്റ്റായി പോയില്ലേ? ഏതെങ്കിലും എക്സിബിഷനിൽ വെച്ച് കണ്ടതായിരിക്കും. നിനക്കെന്താ ഇപ്പൊ സംശയം? ഇവൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പെയിന്റിംഗ് പഠിപ്പിക്കാൻ എന്തിനാ ഈ വീട്ടിൽ വരണം? വസുന്ധര, പെയിന്റിംഗ് പഠിപ്പിക്കാനായി ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് ഞാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു പറഞ്ഞത്. ചിലപ്പോൾ അവരായിരിക്കും അയച്ചത്. അതെ സർ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച എനിക്ക് ഈ അഡ്രസ്സ് തന്നെ. നന്നായിട്ട് പെയിന്റിംഗ് പഠിപ്പിക്കണം കേട്ടോ. ഓക്കെ സർ. ഓക്കെ. എന്റെ മമ്മിയാ സർ. ഹലോ മമ്മി, ഇതാ പെയിന്റിംഗ് സർ. എന്റെ കാവ്യക്ക് നന്നായിട്ട് പെയിന്റിംഗ് പഠിപ്പിച്ചു കൊടുക്കണം. തീർച്ചയായും മാഡം.
നിങ്ങള് എത്ര വർഷമായിട്ട് പെയിന്റിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നു? 3-4 years മാഡം. നിങ്ങളുടെ പെയിന്റിങ്സ് ഏതെങ്കിലും എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടോ? ഒരുപാട് വെച്ചിട്ടുണ്ട് മാഡം. നിങ്ങൾക്ക് പ്രശസ്തി വാങ്ങിത്തന്ന പെയിന്റിംഗ് ഏതാണ്? നീ എന്താണ് ഇന്റർവ്യൂ ചെയ്യാണോ? പുറത്തു പോയി പെയിന്റിംഗ് പഠിക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് പെയിന്റിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ആ സാറിനെ നീ സംശയിക്കുന്നു. നിന്റെ മനസ്സിൽ എന്താ ഉദ്ദേശം? കാവ്യ പെയിന്റിംഗ് പഠിക്കാനേ പാടില്ലെന്നാണോ? അങ്ങനെയൊന്നും അല്ലേ ഇളയമ്മേ. അഭി ഫോൺ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇവനെ അയച്ചതെങ്കിൽ പിന്നെ നിനക്കെന്താ സംശയം വസു? എനിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടല്ല അമ്മേ, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. വെറുതെ ചോദിച്ച പോലെ അല്ല തോന്നിയത്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. സോറി സിസ്റ്റർ, എനിക്ക് ഫീൽ ഒന്നും ആയിട്ടില്ല. എന്നിപ്പോ എന്താ വിളിച്ചേ? സിസ്റ്റർ എന്നാണോ വിളിച്ചത്? അതെ സിസ്റ്റർ. നീ എത്ര നല്ല പയ്യനാ മോനെ. ആക്ച്വലി സാറന്മാരെല്ലാരും നല്ലവരാ. ഈയിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരു ട്യൂഷൻ മാഷ് വന്നിരുന്നു. എത്ര സന്തോഷ നിമിഷങ്ങളായിരുന്നു. ആർക്കാ എടുത്തേ? അത് കുട്ടികൾക്ക് എടുത്തി. അദ്ദേഹം കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. എന്നാ ട്യൂഷൻ മാഷ് നാട്ടിലേക്ക് പോയി. അദ്ദേഹം പോയി. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആരെ എടുത്തേ? കുട്ടികൾക്ക് എടുത്തി. മോളെ കാവ്യേ, മാസ്റ്ററെ മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോ. നിനക്ക് അവിടെ ഇരുന്ന് പഠിക്കാലോ. ചെല്ലു മോനെ. പെയിന്റിംഗ് മെറ്റീരിയൽ എല്ലാം വാങ്ങിയല്ലോ അല്ലേ? ഓൾറെഡി എന്റെ ഉണ്ട് സർ. സാർ വരൂ, ഇതുവഴി. എന്റെ മാഷ് എപ്പ വരുമോ എന്തോ. ഭാവനെ, മാസ്റ്റർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക്. ആയിക്കോട്ടെ അമ്മേ. നിന്നെ അവര് തിരിച്ചറിയുന്നോർത്ത് ഞാൻ വല്ലാതെ ടെൻഷനായി കേട്ടോ. ഇപ്പൊ ടെൻഷൻ കുറഞ്ഞില്ലേ? അല്ല, പെയിന്റിംഗ് സാറായിട്ട് വീട്ടിൽ വരുവാണെന്ന് എന്താ എന്നോട് നേരത്തെ പറയാത്തെ? നിനക്ക് സർപ്രൈസ് തരാന്ന് വിചാരിച്ചാ വന്നേ. ഇപ്പൊ സർപ്രൈസായി തന്നെയാ നിക്കുന്നേ. പക്ഷെ കുറച്ചു മുന്നേ ഞാൻ നല്ല ഷോക്കായിരുന്നു. ശരിക്കും നീ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ വരുന്നേ? അല്ല, നിന്റെ അഭിചെറിയച്ചൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു പറഞ്ഞില്ലേ? അവിടെ എന്റെ ഫ്രണ്ടാ ഉള്ളേ. അവനോട് നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞിട്ട് വേറെ ആർട്ടിസ്റ്റിന് പകരം ഞാൻ ഇങ്ങോട്ട് വന്നു. നിന്റെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട് രാഹുൽ. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പുറത്ത് മീറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിരുന്നേനെ. അതുകൊണ്ടല്ലേ വീട്ടിലേക്ക് തന്നെ വന്നേ. ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് വീട്ടിൽ തന്നെ സന്തോഷിക്കാം. അല്ല, ഇതുവരെ നീ എല്ലാം മാനേജ് ചെയ്തു. പക്ഷെ നിനക്ക് പെയിന്റിംഗ് അറിയില്ലല്ലോ, അതെങ്ങനെ മാനേജ് ചെയ്യും? ഉള്ളം കയ്യിൽ ഇന്റർനെറ്റ് ഇരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ടെൻഷൻ എന്തിനാ? നീ വസച്ചെറിയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നടക്കണം. അവര് വലിയ CID മൂസയെ പോലെയാ, എല്ലാ കാര്യത്തിലും ഡൗട്ടാ. അതെ അതെ, അത് ഞാൻ താഴെ വെച്ച് കണ്ടു. നല്ല ഡേഞ്ചർ ആണെന്ന് മനസ്സിലായി. അവരുടെ മുന്നിൽ അല്പം കെയർഫുൾ ആയിട്ട് നിൽക്കണം. ഉണ്ണി. എന്താ അമ്മ? ഉണ്ണി, നിനക്ക് പെയിന്റിംഗ് ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ? അതെ അമ്മ. കാവ്യ ചേച്ചിയെ പെയിന്റിംഗ് പഠിപ്പിക്കാനായിട്ട് ഒരു സാറ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നീയും ആ സാറിന്റെ അടുത്തിരുന്ന് പഠിക്ക്. ശരി അമ്മ. കാവ്യയുടെ റൂമിലുണ്ട് കേട്ടോ. ഓക്കെ അമ്മ.
എന്താ ഉണ്ണി, എന്താ വേണ്ടേ? സാറിന്റെ അടുത്ത് വന്ന് ഞാനും കൂടെ പെയിന്റിംഗ് പഠിക്കാൻ പോവാ ചേച്ചി. അതെന്തിനാ? അമ്മ പഠിച്ചോളാൻ പറഞ്ഞു. നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഡ്രോയിങ് അല്ലേ ചേച്ചി, പെയിന്റിംഗ് ഞാൻ പറഞ്ഞു തരില്ലല്ലോ. ഈ സാറ് എന്നെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ എല്ലാരും പഠിപ്പിക്കാനല്ല. നീ പോ. മോനെ നിന്നേ. നിന്റെ പേരെന്താ? ഉണ്ണിയാ സാർ. നിനക്ക് പെയിന്റിംഗ് വലിയ ഇഷ്ടാ? ഒരുപാട് ഇഷ്ടാണ്. ഓക്കെ ഉണ്ണി, നിനക്ക് ഞാൻ പെയിന്റിംഗ് പഠിപ്പിച്ചു തരാം. താങ്ക് യു സാർ. നമുക്കിടയിൽ ഈ കുരുപ്പെന്തിനാ? ഇവൻ നിന്റെ ചെറിയമ്മയുടെ മോനല്ലേ? അതെ, ആ രാക്ഷസ ചെറിയമ്മ ഇവനും ഒന്നാണ്. അവര് തന്നെ ആയിരിക്കും നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് ഇവൻ ഇങ്ങോട്ടേക്ക് അയച്ച്. നമ്മളിപ്പോ ഇവനെ പറഞ്ഞു വിട്ടാ അവർക്ക് ഡൗട്ട് അടിക്കില്ലേ? ഇവനോട് നിന്നാലും കുഴപ്പമില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ കാവ്യ, ഉണ്ണി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് ഞാൻ ബേസിക്സ് പഠിപ്പിച്ചു തരാം. സ്റ്റെൻസിൽസും ബ്രഷസും എല്ലാം എടുത്തിട്ട് വന്നേ. ഓക്കെ സാർ. വീണ്ടും ഏട്ടൻ തല കുളിച്ചിട്ട് വന്നോ? അതെ, എന്തു പറ്റി? തണുത്ത വെള്ളത്തിലാണോ കുളിച്ചേ? അല്ല, ചൂടുവെള്ളത്തിൽ. അല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ ഏട്ടൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചത് കൊണ്ട് ജലദോഷം പിടിപെട്ട് വന്നില്ലേ? ഇന്ന് പിന്നെ തല നനയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? മറന്നുപോയി. 100 തവണയെങ്കിലും തുമ്മി കാണും. അത് ഏട്ടൻ എങ്ങനെയാ മറന്നുപോയത്? ഞാൻ എത്ര തവണ തുമ്മിയെന്ന് താൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ചുമ്മാ വിഷയം മാറ്റാതെ. വീണ്ടും ജലദോഷം വന്നാൽ എന്താ ചെയ്യാ? അപ്പോഴേക്കും താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമല്ലോ. ഞാനൊന്നും ചെയ്യില്ല. സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ഏട്ടന് കുറച്ചെങ്കിലും ശ്രദ്ധ വേണ്ടേ? താനിവിടെ ഉള്ളപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ താൻ എന്നെ നോക്കുമല്ലോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ ഏട്ടൻ കേൾക്കാത്തെ? ഇനി മുതൽ ഞാൻ കേട്ടോളാം. താൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഒരുപക്ഷെ ഞാൻ തന്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ എന്റെ ചെവി നുള്ളിയിട്ടാണെങ്കിലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട്. സത്യേട്ടൻ പറഞ്ഞാണോ? എന്താ സംശയമുണ്ടോ? കോഫി കുടിക്കുക. താങ്ക് യു. ഇതെന്തൊരു കോഫിയാ? ചുക്ക് കാപ്പി. ഇത് ഭയങ്കര കടുപ്പാണല്ലോ. ജലദോഷത്തിന് ഈ കാപ്പി നല്ലതാ. എനിക്കെങ്കിലും വേണ്ട. എന്നാ പിടിച്ചോ. ഇത് കുടിച്ചേ പറ്റൂ. പ്ലീസ്, വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല. കുടിക്കാൻ പറഞ്ഞ കുടിക്കണം. എന്നെ കൊണ്ട് പറ്റില്ലടോ. ഏട്ടന്റെ ഹെൽത്തിന് നല്ലത് ഏട്ടാ. താൻ എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് ഇത് കുടിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ? ഇപ്പൊ ഈ ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ടോ ഇല്ലയോ? എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ലെന്ന്. കുടിക്കുന്നുണ്ടോ ഇല്ലയോന്ന്? ഞാൻ കുടിക്കില്ല. എന്താ ഏട്ടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? അത് കാത് വല്ലാതങ്ങ് വേദനിച്ചു. അതെങ്ങനെ? അത് താൻ എന്റെ ചെവി പിടിച്ച് തിരിച്ചില്ലേ? അതെപ്പോഴാ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. പക്ഷെ ഞാനത് സീരിയസ് ആയിട്ടാ എടുത്തേ. എന്നുവെച്ചാ ഞാനിപ്പോ ഇത് കുടിച്ചില്ലെങ്കിൽ ഏട്ടന്റെ സ്വപ്നം ഇപ്പൊ സത്യമാവും. ശരിക്കും എന്റെ ചെവി പിടിച്ച് തിരിക്കുമോ? അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് ഉണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? ഉണ്ട്. ഞാനല്ലേ തന്നത്. ആവശ്യമില്ലാതെ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണല്ലേ? ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ കുടിക്ക്. വേറെ ഒരു വഴിയില്ലേ? ഏട്ടൻ വാക്ക് മാറാറില്ലല്ലോ. വാക്ക് മാറാതിരിക്കുന്നത്, പറഞ്ഞവൊക്കെ പാലിക്കുന്നത്, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്കിട്ട് പണിയും തരുമല്ലേ?
ചുക്ക് കാപ്പി കുടിച്ചു എന്ന് പറഞ്ഞു ഒരു കഷ്ടതകളും വരാൻ പോകുന്നില്ല. കുടിക്കുക. ഇതിലും നല്ലത് കഷായം തന്നെയായിരുന്നു. ഒരു ചുക്ക് കാപ്പി കുടിക്കാൻ തന്നെ ഇപ്പൊ കഷ്ടപ്പെടുക. അപ്പൊ കഷായം തന്നിരുന്നെങ്കിൽ കുടിക്കുമായിരുന്നല്ലേ? ഇത് ഭയങ്കര കയ്പാണെന്ന്. കഷായം ഇതിനേക്കാളും കയ്പായിരിക്കും കേട്ടാ. എല്ലാത്തിനും എങ്ങനെ ഇങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത്? ഏട്ടൻ കുടിക്ക. കുടിക്ക്. അയ്യോ, തൊണ്ടയെല്ലാം എരിയുന്നു. അഭിറാം ആള് വലിയ കില്ലാടിയാ. ചേച്ചി, പാചകം തുടങ്ങിയാലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം വസു. എനിക്ക് വേറെ ഒരു ജോലിയില്ല ചേച്ചി. ഇന്ന് അബി വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ, നീ അവനെ നോക്കിക്കോ. ഭാസ്കരേട്ടന്റെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. ചേച്ചിക്ക് ഭാസ്കരേട്ടനെ പോയി നോക്കിക്കൂടെ? ആ, ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞു മമ്മി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മാഡം. പോയിട്ട് നാളെ വരാം മാഡം. ശരി മാസ്റ്റർ. മമ്മി, സാറിനെ ഞാൻ ഗേറ്റ് വരെ കൊണ്ടാക്കിയിട്ട് വരാം. ഇറ്റ്സ് ഓക്കെ കാവ്യ, ഞാൻ പൊക്കോളാം. ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരെ ഗേറ്റ് വരെ ആക്കുന്നത് ഞങ്ങളുടെ ശീലവാ സാർ. വാ സാർ. ഓ, ഇങ്ങനെ ഒരുത്തൻ മനസമാധാനത്തോടെ രാഹുലിനെ ഒന്ന് ഗേറ്റ് വരെ കൊണ്ടാക്കാൻ പോലും സമ്മതിക്കില്ല. സാറ് പൊക്കോളാന്ന് പറഞ്ഞില്ലേ ഉണ്ണി? സാറ് പൊക്കോളൂ. അങ്ങനെ പറയില്ലേ കാവ്യ. നീ പോയി സാറിന് ബൈ പറഞ്ഞിട്ട് വാ. ഉണ്ണി നല്ല ബുദ്ധിയുള്ള കുട്ടിയാ വസു. അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. കാവ്യക്ക് ശ്രീരാമ രക്ഷയായിട്ട് ഉണ്ണിയുണ്ടാവും. അതെ ചേച്ചി. വല്യമ്മേ വല്യമ്മേ, കീർത്തിക്ക് വയറുവേദന എന്ന് പറയുന്നു. കീർത്തി എവിടെയാനു? അവളവിടെ കിടക്കുക. അച്ഛാ, വയറുവേദനിക്കുന്നു. വയറുവേദനിക്കുന്നു. വേദനിക്കുന്നു. എന്ത് പറ്റി മോളെ? ഭയങ്കരമായിട്ട് വയറുവേദനിക്കുന്നു. മോൾ എന്താ കഴിച്ചേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വല്യമ്മ. അതല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല. മോള് പേടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഇപ്പൊ ടാബ്ലറ്റ്സ് കൊണ്ടുവരാമേ. ചേച്ചി, പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരൂ. വയറുവേദനിക്കുന്നു. വേദനിക്കുന്നു.